നമസ്കാരം ഗൈസ്, നമ്മുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് ബ്ലാക്കിയെ പറ്റിയാണ്. ബ്ലാക്കി എന്റെ കൂട്ടത്തിൽ ഞാൻ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്കി എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയാം, അറിയാത്തവരായിട്ട് ഉണ്ട് കുറെ പേര്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. നമ്മൾ അബുദാബിയിൽ വെച്ച് ഞാൻ ഒരു കാറ്റിനെ റെസ്ക്യൂ ചെയ്ത് അതാണ് ബ്ലാക്ക്. അപ്പൊ ബ്ലാക്കിയെ നമ്മൾ 1.5 വർഷത്തോളമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ കൺട്രി എക്സിറ്റ് അടിച്ചപ്പോൾ ഞാൻ കൂട്ടത്തിൽ ബ്ലാക്കിയും കൂടെ എടുത്തോണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ബ്ലാക്കിയുടെ കുറച്ച് ട്രാവൽ വീഡിയോസ് ആണ് വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ബ്ലാക്കിയെ നാട്ടിലെത്തിക്കണമെങ്കിൽ എന്തായാലും ഒരു ഏജൻസിയുടെ സപ്പോർട്ട് വേണം. ആ ഒരു ഏജൻസിയാണ് ദുബായ് ബേസ്ഡ് ആയതായിട്ടുള്ള ഒരു എയറോപെക്സ് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്. അപ്പൊ അവരാണ് നമ്മുടെ എല്ലാ പേപ്പർ വർക്ക്സും ചെയ്തു തന്നത്. വളരെയധികം നന്ദിയുണ്ട് മിസ്റ്റർ അഹമ്മദിനോട്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ അഹമ്മദ് ഫ്രം ദ എയറോപെക്സ് ദുബായ് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. വീഡിയോസ് കാണുക, അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാ. ഈ വീഡിയോസ് തന്നെ എടുത്തോണ്ട് കുറെയൊക്കെ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നാട്ടിൽ പോവല്ലേ ബാച്ചു? നാട്ടിൽ പോവാണ് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. തണുത്ത വെള്ളം, ബ്ലാങ്കറ്റ്, ടീ പാഡ്, ഓൾ സെറ്റാണ്. എയർപോർട്ടിലെത്തി പോകുന്നുണ്ട് ബ്ലാക്കി. ഞാനും അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അനുസരിച്ച് എമിറേറ്റ്സ് ബ്ലാക്കി ഇറങ്ങിയിരിക്കുകയാണോ? ഡിപ്പാർച്ചേഴ്സ് ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് കയറാൻ പോവാം. ഞാൻ ദുബായിൽ കയറിയിട്ടേ ഇല്ല. 2013-12 കയറിയതാണ്. നമുക്ക് ആദ്യം വേ ചെയ്യണം. വെയിറ്റ് വേ ചെയ്തതിന് ശേഷം ബാക്കി സംഭവങ്ങൾ. ഇവിടെ വന്നിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ച് വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കണമെങ്കിൽ എത്ര 2 ദർഹം കൊടുക്കണം. അബുദാബി ഇതൊക്കെ ഇതാണ് എംറൈൻ. നമ്മൾ 2 ദർഹം എടുത്തു. നമ്മളങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി ഇവിടെ നിൽക്കുക. ഇതിലിപ്പം ടോക്കൺ നമ്പർ വരും, ഏത് കൗണ്ടറാണെന്നുള്ള ആ കൗണ്ടറിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണം. ഓരോ കൗണ്ടേഴ്സ് നമ്പറുണ്ട്, അതിവിടെ അപ്പിയർ ചെയ്യും. അപ്പോൾ ഈ ചേട്ടൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വെയിറ്റ് ചെയ്യുക. ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെക്കിൻ്റെ അവിടെ എത്തി കാര്യങ്ങളൊക്കെ അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എമിറേറ്റ്സിൽ വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യും. അവർ നമ്മളെ കൂടെ തന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓവർ സൈസ്ഡ് ബാഗേജ് ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ബ്ലാക്കിയെ കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓവർ സൈസ്ഡ് ബാഗേജ് ഏരിയ ക്യാറ്റുള്ളതുകൊണ്ട് നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് പോവാണ്. കൂടെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളെ വിട്ടിട്ടുണ്ട്. പുള്ളിയെ കൊണ്ടുപോകുന്നത് ബ്ലാക്കി അതിൽ പോകുന്നു. മനസ്സ് ചെയ്യേണ്ട കിടക്കും. ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒക്കെ അല്ലായിരുന്നു. ബ്ലാക്കിയെ സെക്യൂറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ടാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട്, റെഡിയാണ്. കേബിൾ ടൈറ്റ് സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, റെഡിയാണ്. ഇനിയിപ്പം നേരെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇമിഗ്രേഷൻ മാത്രമേ ഉള്ളൂ. കസ്റ്റംസ് ക്ലിയറൻസ് പൂച്ചയുടെ ഇനി ബാക്കിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വൈറ്റ് മോക്ക കുടിക്കാമെന്ന് വിചാരിച്ചു. കോസ്റ്റയിൽ കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ടെൻഷൻ മാറിയോ? എന്നാലും ബ്ലാക്കി എനിക്ക് കൈ കിട്ടുന്ന വരെ ടെൻഷൻ. ഇനി അവിടെ ചെന്നിട്ടല്ല ഓൾറെഡി. അല്ലേ റെഡി അല്ലേ? ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. വിളിച്ചാലും മതി. ശരി ഓക്കെ തുടങ്ങി. എന്തായാലും കയറി പോവാം. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, അബുദാബിക്ക് പോവാണ്. ഞങ്ങൾ എക്സിറ്റ് അടിക്കാൻ പോകണം. ഞാനും ബ്ലാക്കിൽ കൂടെ ആ പോകുന്ന ചെറിയ മനുഷ്യനാണ് ഡോക്ടർ, മറ്റേത് അസിസ്റ്റൻ്റ്. അവരുടെ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. ബ്ലാക്കി കുഴപ്പമൊന്നുമില്ലണ്ടാ. ബ്ലാക്കി ഈ ചേട്ടൻ എന്നെ കൊണ്ടുപോവാണ്. എവിടെയാ കൊണ്ടുപോകാറ്? ആ വരും. ഓക്കെ. വെളുത്ത ബ്രേക്ക്ഫാസ്റ്റ്, ഇഡലി, ചമ്മന്തി, സാമ്പാർ, ബ്ലാക്കി മനസ്സിലാവും. പോകാനുള്ള ട്രെയിൻ
റൂം. സോ നമ്മുടെ റൂമിൽ വിളിക്കായിരുന്നു. ഇവിടെ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാഗും ബ്ലാക്കിയും. പിന്നെ ഇത് കണ്ട, ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ബ്ലാങ്കറ്റാണ്. 2 എണ്ണം ഉണ്ട്, അതായത് 2 പേർക്കുള്ളത്. പില്ലോയും ഷീറ്റും. ദിസ് ഈസ് കോണിപ്പടി, മേളിൽ കയറുന്ന ആൾക്കുള്ള കോണിപ്പടി. നല്ല രസമുണ്ട്. ഹൈജീൻ ഫ്രഷ്നർ വെച്ചിട്ടുണ്ട്, കണ്ണാടിയുണ്ട്, പ്ലഗൊക്കെ 2 പേർക്കുള്ളതുണ്ട്. പിന്നെ ഇതാ കേർട്ടൻസ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. ഡോറ് ഇതാണ്. ഡോറ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാം കേട്ടോ. അടച്ചിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു കുഴിയുണ്ട്. ആ കുഴിക്കകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ അടയും. കിടക്കാനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാങ്കറ്റ്, ഇതാണ് നമ്മുടെ പില്ലോ. ഷീറ്റ് ഇങ്ങനെ പൊടിയാണ് കേട്ടോ. കവറിനകത്ത് പേസ്റ്റോളിയുണ്ട്. പിങ്ക് ആണല്ലോ, തീം മിസ് പിങ്ക്. ഡോറൊക്കെ തുറന്നു, സാധനം താഴെ വെച്ച്. സുഖമല്ല ബ്ലാക്കി? ട്രെയിനിൽ ഉറങ്ങുന്നത് ഇങ്ങനെ വേണ്ട, അതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുക. സുഖമായിട്ട് കിടക്കും. മണി 12 ഇവിടെ. ഞങ്ങൾ രാവിലെ കാഴ്ചയൊക്കെ കാണുന്നുണ്ടോ? തൃശ്ശൂർ എത്തിയപ്പോൾ ആരാണ്? ബ്ലാക്കി വെളി നോച്ചിരിക്കുക. ആരാ വരുന്നേന്നോ? ആരാ 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 ചങ്ങനാശ്ശേരി എത്താം. ഞങ്ങൾ ലാൻഡ് ചെയ്തു. പൂച്ചയും അപ്പനും കൂടെ മുമ്പേ പോന്നു. ബ്ലാക്കി പേടിച്ചിരിക്കും. ഇതാണ് നമ്മുടെ ബ്ലാക്കിയുടെ പുതിയ പെട്ടി, ടൂറിസ്റ്റ് പെട്ടി. വിത്ത് ആമസോണിൽ മേടിച്ചാട്ടോ. അപ്പോൾ അതാണ് ബ്ലാക്കി നമ്മൾ ബെഡിൽ എത്തിക്കും. അപ്പോൾ അത് കടമകൾ ചെയ്യും. എന്താണ് ബെക്കി തല തിരിഞ്ഞ് കിടക്കുന്നത്? ബെക്കി വീട്ടിൽ വന്നതിന് ശേഷം ഫുള്ള് റിലാക്സേഷൻ. ഇത്തിരി മുത്ത് ഇവിടെ. ഇവർ 2 പേരും ഇവിടെ നിൽക്കുവാണ്. ഒരാളെ ഞാൻ കാണിച്ചു തരുന്നേ. ബെക്കി ഡോട്ട് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ. ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.